നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യാത്രയ്ക്ക് മണിക്കൂറുകൾ മുമ്പ് വിമാനം വൈകുമെന്ന അറിയിപ്പ് പ്രവാസികൾക്ക് വലിയ തലവേദനയുണ്ടാക്കുന്ന കാര്യമാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഇത്തരത്തിൽ നിരന്തരം വിമാനം പുറപ്പെടാൻ വൈകിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം അത്തരമൊരു സംഭവം ഉണ്ടാകുകയും ഇത് വൻ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തു. കണ്ണൂർ കുവൈത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് 3 മണിക്കൂർ വൈകിയതുമൂലം പ്രതിഷേധവുമായി യാത്രക്കാർ രംഗത്തിറങ്ങുകയായിരുന്നു. പലപ്പോഴും ഇത്തരത്തിൽ വിമാനങ്ങൾ വൈകുന്നത് തുടർക്കഥയാവുകയാണ്. പുറപ്പെടേണ്ട വിമാനങ്ങൾ തിരിച്ചിറക്കുന്നതും വലിയ പ്രതിസന്ധിയാണ് യാത്രക്കാർക്ക് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ മാസം 18, 26 തീയതികളിൽ ഇതുപോലെ വിമാനങ്ങൾ പറന്നുയർന്നതിന് ശേഷം തിരിച്ചിറക്കിയിരുന്നു. പല വിമാനങ്ങളും സാങ്കേതിക തകരാർ മൂലമാണ് തിരിച്ചിറക്കിയത്. എയർ ഇന്ത്യയുടെ കോഴിക്കോട്, കണ്ണൂർ, ഡൽഹി വിമാനമാണ് അടുത്തിടെ തിരിച്ചിറക്കിയത്. സാങ്കേതിക തകരാറായിരുന്നു ഇതിന് കാരണം. രാവിലെ 9:30 കോഴിക്കോട് നിന്ന് പുറപ്പെടേണ്ട വിമാനം കണ്ണൂരിൽ ഇറക്കിയ സംഭവവും ഉണ്ടായി. പിന്നീട് ഇത് പറന്നുയർന്നെങ്കിലും വീണ്ടും 10 മിനിറ്റിന് ശേഷം തിരിച്ചിറക്കി. വിമാനം ഇപ്പോൾ പുറപ്പെടില്ലെന്നും പകരം വിമാനം ഒരുക്കാൻ കഴിയില്ലെന്നും എയർ ഇന്ത്യ അറിയിച്ചതോടെ യാത്രക്കാർ പ്രതിഷേധവുമായി എത്തി. എന്നാൽ യാത്രക്കാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് 2 ദിവസങ്ങളിലായി യാത്രാ സൗകര്യം വിമാന കമ്പനി ഏർപ്പെടുത്തി നൽകി. അതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസ് കോഴിക്കോട് കുവൈത്ത് സെക്ടറിൽ 2 ഷെഡ്യൂളുകൾ നിർത്തലാക്കിയിരിക്കുകയാണ്. ഒക്ടോബറിൽ ഞായർ, ചൊവ്വ ദിവസങ്ങളിലെ ഷെഡ്യൂളുകളാണ് നിർത്തലാക്കുന്നത്. നിലവിൽ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, വ്യാഴം എന്നിങ്ങനെ ആഴ്ചയിൽ 5 ദിവസമാണ് കോഴിക്കോട്ടേക്ക് സർവീസ് ഉണ്ടായിരുന്നത്. പുതിയ ഷെഡ്യൂളിൽ ഇത് ആഴ്ചയിൽ 3 ദിവസമായി ചുരുങ്ങും. ഒക്ടോബർ മാസം ഞായർ, ചൊവ്വ ദിവസങ്ങളിൽ ബുക്ക് ചെയ്യുന്നവർക്ക് മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശവുമായി ട്രാവൽ ഏജൻസികളും അറിയിപ്പ് നൽകിയിരുന്നു. ടിക്കറ്റ് റദ്ദാക്കുന്നവർക്ക് തുക മടക്കി നൽകും. നിലവിൽ കോഴിക്കോടേക്ക് കുവൈത്തിൽ നിന്ന് നേരിട്ട് സർവീസ് ഉള്ളത് എയർ ഇന്ത്യ എക്സ്പ്രസിനാണ്. അതിനാൽ സർവീസുകൾ വെട്ടിച്ചുരുക്കുന്നത് മറ്റ് ദിവസങ്ങളിൽ തിരക്ക് കൂടാൻ കാരണമാകും. ടിക്കറ്റ് ലഭ്യതയെയും ടിക്കറ്റ് നിരക്കിനെയും ഇത് ഏറെ ബാധിക്കുന്നതാണ്. മസ്കറ്റിൽ നിന്ന് കേരള സെക്ടറുകളിൽ ഉൾപ്പെടെ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. അവധിക്കാലം അവസാനിച്ചതോടെ യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞത് കണക്കിലെടുത്താണ് ഈ തീരുമാനം. സെപ്റ്റംബർ 12 മുതൽ ഒക്ടോബർ 28 വരെയുള്ള സർവീസുകളിൽ ചിലതാണ് റദ്ദാക്കിയതും പുതിയ സമയക്രമം പ്രഖ്യാപിച്ചതും. കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി, ബംഗളൂരു, മംഗളൂരു സർവീസുകളിൽ ചിലതാണ് റദ്ദാക്കിയത്. തിരുവനന്തപുരത്ത് നിന്ന് മസ്കത്തിലേക്കുള്ള ഒരു സർവീസിന്റെ സമയം മാറ്റി പുനഃക്രമീകരിച്ചിട്ടുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.